വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദസ് പക്ഷക്കാരോടൊത്ത് അവന്റെ അടുത്തയച്ച് ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്തു തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ധനാറ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിന്റേതെന്ന് അവർ പറഞ്ഞു. അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഓർമ്മിക്കുക, ദൈവപുത്രനെ പോലും പരീക്ഷിക്കാൻ തിന്മയുടെ ശക്തി പ്രാർത്ഥനാവേളയിൽ അവിടുത്തെ പക്കലെത്തിയത് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. ഈശോയുടെ സഹനവേളകളിലും ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിലുമാണ് പരീക്ഷകനെത്തുന്നത്. പിതാവിനോടൊത്തുള്ള പ്രാർത്ഥനയുടെ, മരുഭൂമി അനുഭവത്തിന്റെ, പരസ്യ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന മുഹൂർത്തത്തിൽ പ്രലോഭകനെത്തി. താബോറിലെ തീവ്രമായ അനുഭവത്തിന്റെ അവസാനം സഹനവഴി ഉപേക്ഷിക്കുവാനുള്ള നിർദ്ദേശവുമായി പത്രോസിന്റെ രൂപത്തിൽ സാത്താൻ അണിഞ്ഞു. അതേ സാത്താൻ തിരുനാളിൽ ജനമധ്യത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് ക്ലേശരഹിതമായി ജനപ്രിയനാകാനും തന്റെ സന്ദേശം അനേകർക്ക് അത്യാകർഷകമാക്കാനുമുള്ള നിർദ്ദേശവുമായി സഹോദരന്മാരുടെ രൂപത്തിലെത്തി. രക്ഷയുടെ പൂർത്തീകരണ വേദിയായ കുരിശിൽ അതുപേക്ഷിച്ചിറങ്ങി വന്ന് അത്ഭുതം കാട്ടാനുള്ള വെല്ലുവിളിയായി കുരിശിൻ ചുവട്ടിൽ വന്നു. കടന്നുപോയവരിലൂടെയും പരീക്ഷണം തുടർന്നു. ഇവിടെയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്തെന്നാൽ, രക്ഷാകര പദ്ധതിയുടെ ശ്രദ്ധേയമായ അവസരങ്ങളിലോ ആകർഷകമായ ജീവിത സാഹചര്യങ്ങളിലോ നല്ലതെന്ന് തോന്നാവുന്ന വിധത്തിലോ മാത്രമാണ് പരീക്ഷണങ്ങൾ എത്തിയത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതെ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നാം അപേക്ഷിക്കുമ്പോഴും, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കും സൗഖ്യദായകവും എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനവും ലഭിക്കുമെന്നതിന് സംശയമില്ല. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ എന്തിനു നാം ഭയപ്പെടണം? ഈശോ തന്നിരിക്കുന്ന ബോധ്യമനുസരിച്ച് ജീവിക്കുവാനും ദൈവിക മക്കളായി തീരുവാനും വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നു കണ്ട മിസ്രമീനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രമീനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ഇന്നു കണ്ട മിസ്രമീനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിരിഞ്ഞു
പിളർന്നു വഴി നടത്തും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ യെരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. മലകൾ മെതിച്ചു നുറുക്കുമവൻ. കുന്നുകൾ തകർത്തു മാറ്റുമവൻ. മലകൾ മെതിച്ചു നുറുക്കുമവൻ. കുന്നുകൾ തകർത്തു മാറ്റുമവൻ. സൈന്യത്തിൻ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല.